അന്യഗ്രഹ ഇതരഗ്രഹ ജീവികളെ സംബന്ധിച്ച് ഈ ഇലോൺ മസ്ക്, ലോകത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ സമ്പന്നനായ ഇലോൺ മസ്കിനെ കുറിച്ച് പോലും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എഴുതുന്ന ഒരു കക്ഷിയുണ്ട് അമേരിക്കയിലെ വോൾട്ടയാനേസിയാസ്. അദ്ദേഹം പറയുന്നത് ഇലോൺ മസ്കിനെ കുറിച്ച് പോലും ഹി മൈറ്റ് ബി ആൻ ഏലിയൻ ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ എന്നൊക്കെയാണ്. ലോകത്തെ ടെസ്ലയുടെ മുതലാളിയായ ഈ അമേരിക്കക്കാരൻ, ലോകത്തെ ഒന്നാമത്തെ കോടീശ്വരൻ, അദ്ദേഹം ഒരു അന്യഗ്രഹ ജീവിയാണ്, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന ആളാണ്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ ഇറങ്ങി വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശ്വാസം. അമേരിക്കയിലെ നവദാ ട്രയാങ്കിൾ വഴി പ്രോഹിബിറ്റഡ് 51 ഏരിയയിൽ അത് കമ്പി വേലി കെട്ടി മാറ്റിവെച്ചിരിക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരുപാട് കോൺസ്പിറൻസി തിയറികൾ, ഒരുപാട് അഭിപ്രായങ്ങൾ. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇത് ലോകം പഴയകാലത്തെ ചർച്ചയല്ല, ഈ കാലത്തെ ചർച്ചയാണ്. ഞാനിതൊന്നും വെറുതെ പറയുകയല്ല, ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. അമേരിക്കയിൽ the most spreading religion in US is not Islam or Christianity, but it is UFO religion. അമേരിക്കയിലെ ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമോ ക്രിസ്ത്യാനിറ്റിയോ അല്ല. അമേരിക്കയിൽ നിലവിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന മതം UFO റിലീജിയൻ ആണ്. എന്താണ് UFO റിലീജിയൻ? വാട്ട് ഈസ് UFO? അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്, പറക്കും തളികകൾ, അതാണ് UFO. എന്താണ് ഈ പറക്കും തളികയിലുള്ളത്? ഇതരഗ്രഹ ജീവികളെ ആരാധിക്കുന്ന മതമാണ് ലോകത്തെ ഏറ്റവും ശാസ്ത്രീയ പുരോഗതി, ഏറ്റവും അതിന്റെ മാക്സിമം എത്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിലെ സ്പ്രെഡിംഗ് റിലീജിയൻ, അന്ധവിശ്വാസം എന്ന് ലോകം പറയുന്നിടത്തേക്കാണ് ലോകം പോകുന്നത്. ഈ നാട്ടിൽ കഥയെന്തറിഞ്ഞു, വിദ്യ എന്തെന്നറിയാതെ, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നതോ ചിലർ. കുങ്കുമത്തിൻ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുമ്പോൾ. ഇതാണ് ഈ നാട്ടിലെ അവസ്ഥ. ഇവിടെ മതവിമർശനം നടത്തുന്ന ആളുകൾക്ക് ലോകത്തിന്റെ ഒഴുക്ക് ഗതി എങ്ങോട്ടേക്കാണ് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. ഇസ്ലാമിന്റെ വെളിയിലേക്ക്, വ്യവസ്ഥാപിതമായ മതത്തിന്റെ വെളിയിലേക്ക് പോകുന്ന ആളുകൾ, ആ ആളുകൾ എത്തി നിൽക്കുന്ന ഒരു ദയനീയാവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. പറക്കും തളികയെ ആരാധിക്കുന്നു, പിശാചുക്കളെ ആരാധിക്കുന്നു, ലൂസിഫറിനെ ആരാധിക്കുന്നു, ആന്റിക്രിസ്റ്റിനെ ആരാധിക്കുന്നു. ആന്റിക്രിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആരാ? ദജ്ജാൽ. നമ്മുടെ വിശ്വാസത്തിലുള്ള ദജ്ജാലിനെയാണ് ആന്റിക്രിസ്റ്റ് അല്ലെങ്കിൽ ലൂസിഫർ എന്നൊക്കെ പറയുന്നത്. ലോകത്തിൽ നിന്ന് വളർന്നു വരുന്ന ഒരു മതം പോലും ലൂസിഫർ ആരാധനയാണ്, ആന്റിക്രിസ്റ്റ് ആരാധനയാണ്. ആന്റിക്രിസ്റ്റ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും സ്പ്രെഡിംഗ് ആയിട്ടുള്ള, എല്ലാ ആളുകൾക്കിടയിലും വലിയ സ്വീകാര്യതയുള്ള ബ്രാൻഡല്ലേ ആപ്പിൾ ബ്രാൻഡ്. ഏതാ ഫോൺ? സാംസങ്. ആപ്പിൾ വാങ്ങരുതോ ചങ്ങാതി? ആപ്പിളിന്റെ ഐപാഡ്, ആപ്പിളിന്റെ ടാബ്, ആപ്പിളിന്റെ ലാബ്, ആപ്പിളിന്റെ മൊബൈൽ. ഈ ആപ്പിളിന്റെ ചിഹ്നം പോലും വാസ്തവത്തിൽ ഒരു ആന്റിക്രിസ്റ്റ് സിംബൽ ആണെന്നാണ്. ആപ്പിളിന്റെ ചിഹ്നത്തിന്റെ ഒരു ഭാഗത്ത് ഒരു കടിച്ച് മുറിഞ്ഞു പോയ ഒരു ഭാഗമുണ്ട്. അത് പിശാചിന്റെ വിജയമാണത് എന്നാണ് അതിന്റെ ആന്റിക്രിസ്റ്റ് സിംബൽ. ക്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ളതാണ്. ആന്റിക്രിസ്റ്റ് ദൈവവിരുദ്ധമായ ദജ്ജാലിന്റെ ലൂസിഫർ ശക്തി. അപ്പൊ ഒന്നാമത്തെ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിനെയും പത്നിയായ ഹവ്വ ബീവിയെയും ദുസ്വാധീനിച്ചുകൊണ്ട് പിശാച് വിലക്കപ്പെട്ട ആപ്പിൾ ഭക്ഷിപ്പിച്ചു. അപ്പൊ ആപ്പിളിന്റെ ഒരു കഷ്ണം ഇവരുടെ വായയിൽ, തൊള്ളയിലായി. അപ്പൊ പിടിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അവരെ കൊണ്ടത് പുറത്തേക്ക് തുപ്പിപ്പിച്ചു. അപ്പൊ പിടിച്ചത് കൊണ്ടാണ് ഇവിടെ ഈ എല്ലിലൊരു ഒരു തടിപ്പുള്ളത്. അതിനാണ് ഇംഗ്ലീഷിൽ ആദംസ് ആപ്പിൾ എന്നാണ് പറയാ, ഈ ഹമ്പിന്. അപ്പോ ആ ആപ്പിളിൽ ഒരു കഷ്ണം കടിച്ചു പോയിട്ടുണ്ട്. ആ കഷ്ണമാണ് ഈ ആപ്പിൾ ഫോണിലും ആപ്പിൾ ടാബിലും ഒക്കെ ആപ്പിളിന്റെ സിമ്പിളായി വരുന്ന ആപ്പിളിൽ ഒരു കഷ്ണം കാണാനില്ല. അപ്പൊ ഈ ആപ്പിളിന്റെ ചിഹ്നം പോലും വാസ്തവത്തിൽ ദജ്ജാലിന്റെ വിജയമാണെന്നാണ് അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങളും പഠനങ്ങളും പറയുന്നത്. ആന്റിക്രിസ്റ്റിന്റെ വിജയം. അപ്പൊ ഇങ്ങനെ ദജ്ജാൽ ആരാധനയാണ് ലോകത്തെ വൻ ബ്രാൻഡഡ് കമ്പനികൾ പോലും. മസോണിസം, ഫ്രീ മസോണിസം ഒക്കെ പറയുന്ന
അത്തരം ഇലുമിനേറ്റി തത്വങ്ങൾ, അതിനെയൊന്നും കണ്ണടച്ചുകൊണ്ട് ഇതൊക്കെ നിഗൂഢ സിദ്ധാന്തമാണ് എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളുന്ന ആളുകളുണ്ട്. തള്ളാനൊക്കെ ആർക്കും സാധിക്കും, പഠിക്കാനാണ് പണി, അല്ലേ? തള്ളാൻ ഒരു പണിയുമില്ല. ജസ്റ്റ് എ ക്ലിക്ക്, ദാറ്റ് ഈസ് ഫേക്ക്. പണി കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടങ്ങനെ ആയിക്കൂടെന്നില്ല. എന്തുകൊണ്ടങ്ങനെ ആയിക്കൂടാ? രണ്ട് സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ വിഷയം അങ്ങോട്ടേക്ക് കൊണ്ടുപോയതല്ല വാസ്തവത്തിൽ. ഇനി മറ്റൊരു ഞാൻ വിഷയം പോയത് ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ചർച്ച ചെയ്തപ്പോഴാണ്. ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടപെടാം. ഇതിന്റെ ഉസ്താദുമാരെന്താണ് സമയം അനുസരിച്ച് കൊണ്ട് തീരുമാനമെടുക്കും. മൂന്നാമത്തെ അവരെ ന്യായം എന്താണ്? മൂന്നാമത്തെ അവരെ ന്യായം, സമ്മതം ഉള്ളതൊക്കെ ശരിയാണ്, സമ്മതം ഇല്ലെങ്കിലാണ് തെറ്റ്. കൺസെന്റ് തിയറി എന്ന് പറയും. ഇപ്പൊ രണ്ടുപേര് ഒരു ഏതെങ്കിലും ഒരു കാമകേളി അവര് ലൈംഗികമായി ഏർപ്പെടുന്നു. ശരിയോ തെറ്റോ? ഇത്ര പരിഗണനയുള്ളൂ. മ്യൂച്വൽ കൺസെന്റ് ഉണ്ടോ, ഉഭയകക്ഷി സമ്മതം ഉണ്ടോ? ശരി. സമ്മതമില്ല, തെറ്റ്. രക്ഷിതാവ് വിവാഹം ചെയ്യിപ്പിച്ചു. ശരിയോ തെറ്റോ? സമ്മതം ഉണ്ടെങ്കിൽ ശരി, സമ്മതം ഇല്ലെങ്കിൽ തെറ്റ്. അതിമനോഹരമായ ഒരു ആർഗ്യുമെന്റാണ്. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. സമ്മതം എന്ന് പറയുന്നതിന് കൺസെന്റ് ഏത് കാലത്തും ഏത് പ്രായത്തിലുമുള്ള കൺസെന്റിനാണ് പരിഗണന കൊടുക്കുക. ഇപ്പോൾ ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്നൊരു പ്രായപരിധി നിയമപരമായി എല്ലാ രാജ്യത്തും ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഏജ് ഓഫ് കൺസെന്റ് 18 ആണ്. 18 വയസ്സിന് മുകളിലുള്ളവർ ഉഭയകക്ഷി സമ്മതത്തോടെ ചെയ്യുകയാണെങ്കിൽ തെറ്റല്ല. അതല്ല ഇന്ത്യയുടെ നിയമം. അപ്പൊ ഇന്ത്യയിൽ ഏജ് ഓഫ് കൺസെന്റ് 18. ഇന്ത്യയിൽ മാത്രമല്ല, കോമൺവെൽത്ത് രാജ്യങ്ങളിലൊക്കെ ഏകദേശം 18 ആണ്. ബ്രിട്ടീഷുകാർ ഭരിച്ചൊഴിവാക്കി പോയ രാജ്യങ്ങൾ അവിടെയൊക്കെ 18 ആണ്. പക്ഷേ 18 തന്നെയല്ലല്ലോ എല്ലാ രാജ്യത്തും. ഇപ്പൊ ചൈനയിലൊക്കെ 12 ആണ്. ഫിലിപ്പൈൻസിൽ 13 ആണ്. ആ ഏരിയ ഫിലിപ്പൈൻസ്, തായ്വാൻ, തായ്ലാൻഡ്, ദക്ഷിണ കൊറിയ, ഉത്തര കൊറിയ, ദക്ഷിണേഷ്യ രാജ്യങ്ങളിലൊക്കെ 12, 13 ആണ് ഏജ് ഓഫ് കൺസെന്റ്. GCC അറബ് രാജ്യങ്ങളിലേക്ക് പോയാൽ 20 ആണ് ഏജ് ഓഫ് കൺസെന്റ്. അതിൽ തന്നെ ബഹ്റൈനിൽ ലാസ്റ്റ് നോക്കിയപ്പോൾ 21 ആണ്. യൂറോപ്പിൽ 16 ആണ്. അമേരിക്കയിൽ 17 ആണ്. അപ്പൊ ഇപ്പോ ഒരു ആഗോളാടിസ്ഥാനത്തിലൊരു ഇസ്ലാം ആഗോള മതമാണ്. ആഗോളാടിസ്ഥാനത്തിലൊരു നിയമമായിരിക്കും. അതേസമയം നോക്കൂ, ഈ പറയുന്ന സ്വതന്ത്ര നാസ്തിക ചിന്തയനുസരിച്ചുകൊണ്ട് ഏത് പ്രായത്തിലുള്ള സമ്മതമാണ് പരിഗണിക്കുക, മാനദണ്ഡമാക്കുക എന്ന് ചോദിച്ചാൽ ഏത് പ്രായമാണ് പരിഗണിക്കുക? ഇപ്പൊ ലോകത്തെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്ന് മനസ്സിലാക്കിയാൽ 16 ആണ്. ഇനി അമേരിക്കയേക്കാൾ വലിയ ശക്തിയായ ചൈന വരുന്നു എന്ന് പറഞ്ഞാൽ 13ലേക്ക് താഴേണ്ടി വരും. ഇനി അതല്ല, ഇവരെക്കാളൊക്കെ നല്ലത് യൂറോപ്പാണെന്ന് വിചാരിച്ചാൽ അത് വേറൊരു പ്രായം എടുക്കേണ്ടി വരും. ഇനി അറബ് നാടുകളാണെന്ന് പറഞ്ഞാൽ 20ലേക്ക് പോകേണ്ടി വരും. കോമൺവെൽത്തിലേക്ക് 18ലേക്ക് വരേണ്ടി വരും. ഇനി അവിടെയും വേറെ വിഷയം, 18 വയസ്സ് വരെ സ്വതന്ത്ര ചിന്തകർക്കപ്പോ ഇന്ത്യയിൽ ഫ്രീഡം ഇല്ലേ? അതും ചോദ്യമാണല്ലോ. ഉഭയകക്ഷി സമ്മതപ്രകാരം എന്തും ചെയ്യാൻ പറ്റുന്ന പ്രായം ഇന്ത്യയിൽ തന്നെ 18 ആണെന്ന് വന്നാൽ ഈ 18 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമില്ലേ? എന്തുകൊണ്ട്? ഏത് പരിഗണന അനുസരിച്ചുകൊണ്ടാണ് ഈ നിരീശ്വരവാദികളും എന്ന് പറയുന്ന സ്വതന്ത്ര ചിന്തകരും മറ്റും 18 എന്ന് പറയുന്ന ഏജ് ഓഫ് കൺസെന്റിനെ ആത്യന്തികമായി ഒരു മാനകപ്രായമായി സ്വീകരിക്കുന്നത്? മനസ്സിലായില്ല. ഒരു വ്യക്തിക്ക് ചെറുപ്പം മുതലേ ഇച്ഛകളുണ്ട്, അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അവരുടെ താല്പര്യങ്ങൾ ഏത് മാനദണ്ഡ പ്രകാരം സ്വീകരിക്കുന്നില്ല. ഇപ്പോ കോവിഡ് കൊണ്ടുപോകുവാൻ കുട്ടികളെ നമ്മൾ നിർബന്ധിപ്പിക്കുമ്പോൾ കുട്ടികൾ കരയും, അവർക്ക് വേണ്ട. പക്ഷെ നമ്മൾ പിന്നെ അതിനെ അവർക്ക് തന്നെ കൊടുക്കുന്നതിന്റെ ന്യായം പാരന്റിങ് എന്ന് പറയുന്ന ഒരു ന്യായമാണ്. കാരണം കുട്ടികൾക്കറിയാത്തത് രക്ഷിതാക്കൾക്കറിയാം. ഇപ്പൊ നിങ്ങൾക്കിത് പ്രയാസമാണെങ്കിലും നിങ്ങൾക്കിത് ഭാവിയിൽ ഉപകാരപ്രദമാവും. ഇത് സ്വീകരിച്ചില്ലെങ്കിൽ രോഗം വരും. ഇത് കുട്ടിക്ക് ബോധ്യമുള്ള കാര്യമല്ല, കുട്ടിക്ക് സെൻസ് ഇല്ല ആ വിഷയത്തിൽ. അതേസമയം ഇത് എക്സ്പീരിയൻസ് കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടും രക്ഷിതാക്കൾക്ക് അറിയാം. അപ്പൊ രക്ഷിതാക്കൾ പാരന്റിങ് എന്ന് പറയുന്ന സാമൂഹികമായ ഒരു തത്വം മുൻനിർത്തിക്കൊണ്ട് ഈ കുട്ടിക്ക് തുള്ളിമരുന്ന് കൊടുക്കുകയാണ്, ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. ലോകത്തെ പാരന്റിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം സ്വതന്ത്ര ഇന്ത്യയിൽ ശരിയാകൂ? ശരിയാവില്ല, ഒരിക്കലും ശരിയാവില്ല. കാരണം അത് ഈ കുട്ടികളുടെ താല്പര്യത്തിനെതിരാണ്. 3-ാം വയസ്സിൽ പ്രീ സ്കൂൾ,
4-ാം വയസ്സിൽ LKG, 5-ൽ UKG, 6-ൽ ഫസ്റ്റ് ക്ലാസ്, 1-ാം ക്ലാസ്, പിന്നീട് 10-ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞാൽ +2, പിന്നീട് ഡിഗ്രി, പിന്നീട് PG, പിന്നീട് തുടർ പഠനം. ഇതൊരു കരിയറിസത്തിന്റെ അല്ലെങ്കിൽ ഇതൊരു ജീവിത രീതിയായി സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. എന്ത് പിൻബലമാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യവുമായിട്ട് അതിനുള്ളത്? അപ്പൊ നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ചാൽ ഈ പറയുന്ന ആധുനിക സിദ്ധാന്തങ്ങളൊക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് വരും. അപ്പോൾ പിന്നെ ഈ ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്ന ആ പരിഗണന തന്നെ ശരിയല്ല എന്ന് വരും. മനുഷ്യന്റെ ബുദ്ധിപരമായ പ്രായപൂർത്തി ന്യൂറോ സയൻസിന്റെ ആർഗ്യുമെന്റ് പ്രകാരം 26-നും 40 വയസ്സിനും ഇടയിലാണ്. മനുഷ്യന് 2 തരം പ്രായപൂർത്തിയാണ് ഉണ്ടാവുക. ഒന്ന് മെറ്റബോളിക് പ്യൂബർട്ടി, ബുലൂഗ് എന്ന് നമ്മൾ പറയുന്ന, പെൺകുട്ടികൾക്ക് ആർത്തവം, ആൺകുട്ടികൾക്ക് ഇന്ദ്രിയ സ്കൽ എന്ന് പറയുന്നത് മെറ്റബോളിക് പ്യൂബർട്ടിയാണ്, ശരീരത്തിന്റെ പ്രായപൂർത്തി. അതേപോലെ മറ്റൊരു പ്രായപൂർത്തി കൂടിയുണ്ട്, ഇന്റലക്ച്വൽ പ്യൂബർട്ടി, ബുദ്ധിപരമായ പ്രായപൂർത്തി. മനുഷ്യന്റെ ചിന്തയെ, വിചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യന്റെ തലച്ചോറിലെ ന്യൂറോൺസ്, അതിന്റെ കോട്ടക്സ് മുൻഭാഗം, അതിന്റെ പൂർണ്ണത എത്തുന്നത് 26 to 40. സാറ ആർഡൻ, ലേറ്റസ്റ്റ് ആയ അമേരിക്കക്കാരി ന്യൂറോ സയന്റിസ്റ്റ്, ഇവിടെ പഠനം 40 വയസ്സിലാണ് ബുദ്ധിപരമായ പ്രായപൂർത്തി. അബ്ദുള്ളയുടെ പുത്രനായ മുഹമ്മദ് റസൂലുള്ളയാകുന്നത് 40-ലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്റലക്ച്വൽ പ്യൂബർട്ടി അതിന്റെ പെർഫെക്ഷനിൽ എത്തുന്ന കാലമെന്ന് ഒരുപക്ഷെ സയൻസ് കൊണ്ട് പറയാൻ കഴിയും. അപ്പൊ അതാണ് അതിന്റെ ഒരവസ്ഥ. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുകയല്ല. 3 തത്വങ്ങൾ, ഞാൻ ആ 3ലേക്ക് എൻ്റെ ഒരു ഓളം ഞാൻ തെറ്റിക്കുന്നില്ല. ചില വിഷയങ്ങൾ, ചില ഭാഗങ്ങൾ, ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ മറ്റൊരു രീതിയിൽ പരാമർശിക്കുന്നു എന്നേ ഉള്ളൂ. സ്വർഗവുമായി ബന്ധപ്പെട്ട വിവാദം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കുല്ലിയായ കായികകൾ, അത് നമ്മുടെ ഒരു മൻഹജാണ്. സൂഫി മൻഹജ് എന്ന് പറഞ്ഞതുപോലെ കുല്ലിയായ കായികകൾ. നമ്മൾ ഈ മിൻഹാജിന്റെ മത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വദ്ഉൻ ഇലാഹിയുൻ, ഇലാഹികമായ ദൈവികമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. അപ്പൊ എല്ലാ കാലത്തേക്കുമുള്ള ഒരു വിശാലമായൊരു കണ്ണ്, ആ അർത്ഥത്തിലെ നമ്മൾ ഏത് കാര്യത്തെയും മനസ്സിലാക്കാവൂ. ഒരു എക്സാമ്പിൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പൊ നോക്കൂ, ഇസ്ലാമിലെ അടിമത്തവുമായി ബന്ധപ്പെട്ട വിഷയം, ഇദ്ദയുമായി ബന്ധപ്പെട്ട വിഷയം, മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയം. ഒരുപക്ഷെ ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യകരമായി പറയാമല്ലോ. വദ്ഉൻ ഇലാഹിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവാനാണ്. അപ്പൊ നമുക്ക് നോമ്പാകാനും പെരുന്നാളാകാനും ആകാശത്തേക്ക് പോകണം, എന്നിട്ട് മാസം കാണണം. ഇനി മാസം കാണണ്ട, കണക്ക് നോക്കിയാൽ മതി എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ശക്തമായി ഇവിടെയുണ്ട്. ആ വിഷയത്തെ ഖണ്ഡിക്കലല്ല ഇവിടെ എൻ്റെ ഉദ്ദേശം. ഇസ്ലാമിനെ നമ്മൾ അവതരിപ്പിക്കേണ്ട യുക്തിവാദികൾക്ക് കൺവിൻസിംഗ് ആയ രീതിയെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ഒരു മൻഹജ് പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായി സുന്നി ഉലമാ നേരിടുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കാലത്തോടൊപ്പം സഞ്ചരിക്കുന്നില്ല? ഈ കാലഘട്ടത്തിൽ കണക്ക് പോരെ? എന്തിനാണ് നിങ്ങൾക്ക് ആകാശത്തെ കാഴ്ച? പക്ഷെ പ്രശ്നം എന്താണ്? വദ്ഉൻ ഇലാഹിയാകുമ്പോൾ എല്ലാ കാലവും പരിഗണിക്കേണ്ടി വരും. ഇപ്പൊ എവിടെ നിന്നാണ് കണക്ക് കിട്ടുന്നത്? ഇപ്പോ നാസയുടെ സൈറ്റ് ചെക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ വാന നിരീക്ഷണ കേന്ദ്രത്തിന്റെ അൽമനാഖ് വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്താൽ ഓരോ മാസത്തിലെയും ന്യൂമൂൺ സമയം അല്ലെങ്കിൽ കൺജങ്ഷൻ സമയം കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ അടുത്ത നെക്സ്റ്റ് ന്യൂമൂൺ നോക്കിയാൽ ഏതെങ്കിലും ഒരു UTC ടൈമിൽ, അത് രാവിലെയാകാം, വൈകുന്നേരമാകാം, രാത്രിയാകാം, ടൈം കൊടുത്തിട്ടുണ്ടാകും. ആ ന്യൂമൂൺ സമയത്തിന് സാക്ഷിയാകുന്ന ഭൂമിയുടെ ഭാഗവും കൊടുത്തിട്ടുണ്ടാകും. ഇത് മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പുതിയ മാസം കണക്ക് വെച്ച് തീരുമാനിക്കുന്നത്. പക്ഷെ ഒരു 30 കൊല്ലം മുമ്പ് UTC ടൈം നമുക്ക് ലഭ്യമായിരുന്നോ? 50 കൊല്ലം മുമ്പ് കൂട്ടിക്കോ, നാസയുടെ സൈറ്റ് ഉണ്ടായിരുന്നോ? അൽമനാക്ക് സംവിധാനങ്ങൾ ലഭ്യമായിരുന്നോ? ഇല്ല. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ലഭ്യമാകുമോ? ഇല്ല. ഒരു പക്ഷേ ഈ 100 കൊല്ലത്തിന്റെ ഇടയിലേക്ക് മാത്രം ഉള്ളതാണോ ഇസ്ലാം? അതാണ് വദ്ഉൻ ഇലാഹിന്റെ താല്പര്യം. ആദം അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യന് വരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ മാനകമായ നിയമങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുകയുള്ളൂ. ഇപ്പൊ ഈ ചാർട്ടും പട്ടികയും നോക്കിയിട്ടാണ്
മാസം ഉറപ്പിക്കലല്ല കേട്ടോ എൻ്റെ വിഷയം. ചാർട്ടും പട്ടികയും വെബ്സൈറ്റും നോക്കിയിട്ട് തയ്യാറാക്കുന്നതാണ് ഇസ്ലാം അവലംബിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ 50 കൊല്ലം മുമ്പും അത് ഭൂമിയിൽ സാധ്യമായിരുന്നില്ല. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാലും സാധ്യമല്ല. 50 കൊല്ലം കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ അവസ്ഥ എന്താകും ഉറപ്പുണ്ടോ? ഒരു 3-ാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടായാൽ എന്താകും? സ്പേസ് വാറായിരിക്കും, സ്റ്റാർ വാറായിരിക്കും. ഭൂമിയിൽ നിന്നായിരിക്കില്ല യുദ്ധം എന്നുള്ളതാണ്, ആകാശത്തു നിന്നായിരിക്കും ലോകയുദ്ധം നടക്കുക. ഇപ്പൊ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ ആയുധ ശേഖരങ്ങളുടെ റിമോട്ട് കൺട്രോളുകൾ പ്രവർത്തിക്കുന്നത് ബഹിരാകാശ സ്പേസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള റിമോട്ടിങ്ങുകളാണ്. അരമണിക്കൂർ കൊണ്ട് ഭൂമിയെ മുഴുവനും കരിക്കാവുന്ന മാരകായുധങ്ങൾ ഉള്ള രാജ്യങ്ങളാണ് ലോക സമാധാനത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് ഭൂമിയെ മുഴുവനും ചുട്ടു ചാമ്പലാക്കാൻ മാത്രമുള്ള 100 ആയുധങ്ങളുടെ മീതെ പതിയിരിഞ്ഞുകൊണ്ടാണ്, തപസ്സിരുന്നു കൊണ്ടാണ് ലോക സമാധാനത്തെ കുറിച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആധുനിക ലോകത്ത് നിലനിൽക്കുന്ന ശാന്തിയും സമാധാനവും ആശയം പ്രസവിച്ച ശാന്തിയും സമാധാനവുമല്ല, ആയുധം പ്രസവിച്ച ശാന്തിയും സമാധാനവുമാണ്. അമേരിക്ക എന്തുകൊണ്ടാണ് ബോംബിടുന്നില്ല? റഷ്യനെ പേടി. റഷ്യ എന്തുകൊണ്ടിടുന്നില്ല? യൂറോപ്യൻ രാജ്യങ്ങളെ പേടി. യൂറോപ്യൻ രാജ്യങ്ങൾ എന്തുകൊണ്ട് അച്ചടക്കം പാലിക്കുന്നു? ചൈനയെ പേടി. ഓരോ രാജ്യവും മറ്റൊരു രാജ്യത്തെ ഭയപ്പെടുകയാണ്. ഏതോ ഒരു സൈക്കോ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അരമണിക്കൂർ കൊണ്ട് ലോകം കരിയും. അതാണ് നിലനിൽക്കുന്ന ലോകത്തെ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം. 2-ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിറോഷിമയിലും നാഗസാക്കിയിലും ജപ്പാനിൽ വർഷിച്ച അണുബോംബിനേക്കാൾ, ന്യൂക്ലിയർ വെപ്പൺസിനേക്കാൾ 10 മടങ്ങ് പ്രഹരശേഷിയുള്ള അണുബോംബുകൾ നിലവിൽ ലോകത്തെ വികസ്വര രാജ്യങ്ങളുടെ കൈകളിൽ പോലുമുണ്ട്. മനസ്സിലായില്ല? 2-ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക വർഷിച്ച അണുബോംബിനേക്കാൾ മാരകായുധങ്ങൾ ഇന്ന് ലോകത്തെ 3-ാം ലോക രാജ്യങ്ങളുടെ കൈകളിൽ പോലുമുണ്ട്. ഒരു അണുവായുധ യുദ്ധം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഇന്റർനെറ്റുകൾ മിണ്ടാതാകും, വൈദ്യുതികൾ നിലക്കും, ടെക്നോളജി നിലംപൊത്തും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടേമൊന്നും അപ്പോൾ ഉണ്ടാവില്ല. ഗതാഗത ഗമനാഗമന വാർത്താവിനിമയ സാങ്കേതിക സംവിധാനങ്ങൾ കുപ്പുകുത്തും. മനുഷ്യ നാഗരികത റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കും. കാളവണ്ടിയിലേക്ക്, കഴുതവണ്ടിയിലേക്ക്, കുതിരവണ്ടിയിലേക്ക്, കാൽനടയിലേക്ക് ലോകം പോകും. ഈ ഒരു സഞ്ചാരം ഉണ്ടാകാൻ ലോകത്ത് പതിറ്റാണ്ടുകളുടെയോ ഒരു വർഷത്തിന്റെയോ ഒരു മാസത്തിന്റെയോ ഒരു ദിവസത്തിന്റെയോ പോലും താമസമില്ല. നിലവിലുള്ള ഇന്ന് ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച ആ കരി ദുർഭൂതങ്ങൾ തീകളായി ജ്വാലകളായി പടർന്നാൽ മിനിറ്റുകൾ കൊണ്ട് ലോകത്ത് സംഭവിക്കാവുന്ന കാര്യമാണ്. എന്തിന് 2050 പറയണം? ടെക്നോളജി വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ അപ്ഡേഷൻ വരുത്തുക എന്ന് പറയുന്നത് അഹ്ലുസുന്നയുടെ മൻഹജ് അല്ല. അതൊക്കെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോ എക്കാലവും പ്രാക്ടിക്കലായ നിയമം എന്താ? 100 കൊല്ലം മുമ്പ് അത് നടക്കണം, ഒരു 50 കൊല്ലം കഴിഞ്ഞാലും നടക്കണം. അപ്പോ ആകാശത്തേക്ക് നോക്കിയിട്ട് മാസം കാണൽ. ഇനി ഇന്ന് തന്നെ ആയാലും ആഫ്രിക്കയിലെയും ഉഗാണ്ടയിലെയും റുവാണ്ടയിലെയും സാംബിയയിലെയും എരിത്രായിലെയും പട്ടിണി പാവങ്ങളായ രാജ്യക്കാർക്ക് ചേരിയിലെ ചേറ് ചോറാക്കി തിന്നുന്ന പാവങ്ങളുടെ രാജ്യങ്ങളിലേക്ക് അവിടെയൊക്കെ നോമ്പ് വേണ്ടേ, പെരുന്നാള് വേണ്ടേ? അവിടെയും പ്രാപ്യമായത് ഈ പറയുന്ന സയൻസിന്റെ ആസ്ട്രോണമിക്കൽ ടേബിളുകളല്ല. അവിടെയും സാധ്യമാകുന്നത് നാച്ചുറലി, പ്രകൃതിദത്തമായി ആകാശത്തേക്ക് നോക്കലാണ്. അതാണ് നാച്ചുറൽ ഇസ്ലാം, ഫിത്വരിയായ ഇസ്ലാം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താ അറിയോ? ഇലാഹിയുൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കുമുള്ളത് പരിഗണിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ഇസ്ലാമിനെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുകയില്ല, മനുഷ്യന്മാർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ വലിയ ശാസ്ത്രവും വലിയ ഭൗതികതയും വലിയ വികസനവും വലിയ പുരോഗതിയും പറയുന്നവരാണ് വാസ്തവത്തിൽ കാലത്തിന്റെ ഒരു ഇട്ടാവട്ടത്തിൽ കുടുങ്ങിപ്പോയത്. ദീർഘമായ ഭാവിയിലേക്കും ദീർഘമായ ഭൂതകാലത്തേക്കും നോക്കാൻ സാധിച്ചാൽ നമുക്ക് മാനക തത്വമേ പറയാൻ കഴിയൂ. പ്രകൃതിപരമായ അടയാളങ്ങളാണ് അവലംബിക്കേണ്ടത്. അടിമത്തം എന്തുകൊണ്ട് ഇസ്ലാം നിരോധിച്ചില്ല? ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ചോദ്യം വരുമ്പോൾ തോന്നും ഇസ്ലാമാണ് ഉണ്ടാക്കിയത് എന്ന്. അല്ലല്ലോ. ഒരു സാമൂഹികമായ ഫിനാൻഷ്യൽ എക്കണോമിക് സിസ്റ്റം
എന്തുമാകാവുന്ന സിസ്റ്റം രണ്ടു കാലുള്ള മൃഗങ്ങളായി മനുഷ്യരെ ദുരുപയോഗം ചെയ്ത ഒരു കാടൻ സമ്പ്രദായം, മൃഗീയമായ സംവിധാനം. ആ സംവിധാനത്തെ ഇസ്ലാം വ്യവസ്ഥപ്പെടുത്തുകയും അവർക്ക് മനുഷ്യത്വപരമായ പൗരത്വ പദവി നൽകുകയും ആത്മീക ലോകവുമായി അവർക്ക് ആത്മീക ലോകത്തവർ ഒരളവിലും തരം താഴുന്നവരല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധിക്കുന്നതൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനും സാധിക്കും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മഹത്വം. സാമ്പത്തികമായി എന്ത് എന്നുള്ളതല്ല, ഉടമയും അടിമയും എന്നുള്ളത് സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിലെ രണ്ട് വാക്കുകളാണ്. ഇസ്ലാമിന്റെ ഇടയിലേക്ക് വന്നാൽ അതിനെ ആത്മീകമായി കണ്ടാൽ അടിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ, അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ ആത്മാവ് എന്ന് പറയുന്ന സ്വത്വത്തെ ഇസ്ലാം ഇകഴ്ത്തിയില്ല. ഇസ്ലാം സംസാരിക്കുന്ന സ്വത്വം, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യനിൽ കാണുന്ന സ്വത്വം തൊഴിലാളി എന്ന് പറയുന്ന ഒരു സ്വത്വത്തെയാണ്. കോൺഗ്രസ്സുകാരൻ മനുഷ്യനിൽ കാണുന്ന സ്വത്വം ദേശീയ പൗരൻ എന്ന് പറയുന്ന ഒരു സ്വത്വത്തെയാണ്. ഓരോ ഇസവും ഓരോ പ്രത്യയശാസ്ത്രവും മനുഷ്യനിലെ ഓരോന്നിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സിദ്ധിയുള്ള ഒരു സവിശേഷ ജന്തുവാണ് കമ്മ്യൂണിസ്റ്റ് ദർശനത്തിൽ മനുഷ്യൻ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൻ മനുഷ്യനിൽ കാണുന്ന സാധനം, കമ്മ്യൂണിസ്റ്റുകാരന്റെ കണ്ണിലെ മനുഷ്യൻ ഉൽപാദനക്ഷമതയുള്ള ഒരു മൃഗമാണ്, ജന്തുവാണ് കമ്മ്യൂണിസ്റ്റ് കണ്ണിലെ മനുഷ്യൻ. ഇനി വലതുപക്ഷത്തിന്റെ കണ്ണിലെ മനുഷ്യൻ അതിർത്തികൾ നിശ്ചയിക്കുന്ന ഒരു സറൗണ്ടിങ്, ഒരു ദേശരാഷ്ട്രമായി പ്രഖ്യാപിച്ചാൽ അതിനകത്ത് സ്ഥാപിക്കപ്പെടുന്ന ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കേണ്ട ബുദ്ധിയും വിവേകവുമുള്ള ഒരു പ്രത്യേക സവിശേഷ ജീവിയാണ് മനുഷ്യൻ. ദേശീയ സ്വത്വം എന്ന് പറയും. ഓരോന്ന് പറയുന്നില്ല. ഇപ്പൊ ചിലർ പരിഗണിക്കുന്നത് ദളിത് സ്വത്വം, കീഴാള സ്വത്വം, സ്ത്രീ സ്വത്വം, പുരുഷ സ്വത്വം, കായിക സ്വത്വം, കലാസ്വത്വം. ഇതൊക്കെ മനുഷ്യനിൽ ഓരോ പ്രത്യയശാസ്ത്രവും കാണുന്ന വ്യത്യസ്തമായ പരിഗണനകളാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനിൽ ഇസ്ലാം കാണുന്ന പരിഗണന ഏതാണ്? തൊഴിലാളി സ്വത്വം അല്ല, ദേശീയ സ്വത്വം അല്ല, ദളിത് സ്വത്വം അല്ല, കായിക സ്വത്വം അല്ല, കലാസ്വത്വം അല്ല. ഇസ്ലാം കാണുന്ന സ്വത്വം റൂഹിയായ സ്വത്വമാണ്. ആത്മീക ജീവിയാണ് മനുഷ്യൻ. ഇതാണ് ഇസ്ലാമിന്റെ കണ്ണ്, ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ച. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ ശുചീകരിച്ചവൻ വിജയിച്ചു, ആത്മാവിനെ ശുചീകരിക്കാത്തവൻ പരാജയപ്പെട്ടു പോയി. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. ഇനി അതിന്റെ ഈ ഇലാഹിയായ ആണെന്ന് പറഞ്ഞപ്പോൾ ആ ഭാഗം മെൻഷൻ ചെയ്തതാണ്. ഇന്ന് ലോകത്ത് അടിമ സിസ്റ്റത്തിന് പ്രസക്തിയില്ല, അടിമകൾ തന്നെ ഇല്ല. പഴയ കാലത്തുണ്ടായിരുന്നു, പക്ഷെ ഭാവി അറിയില്ല. ചരിത്രം നമുക്ക് പാഠമാകുന്നു. ലോകത്തിന് എന്തും സംഭവിക്കാം, അടിമകൾ തിരിച്ചു വരാം. ഇസ്ലാം ഉണ്ടാക്കാം എന്നല്ല, ലോകത്തെ രാജ്യങ്ങൾ തമ്മിൽ കോളനികളാക്കി മാറ്റുന്ന ഒരു കാലത്ത് നിങ്ങളൊന്നുകൂടി ആഴത്തിൽ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാൻ നേരത്തെ ഇലോൺ മസ്കിനെ ഉദ്ധരിച്ചു. ഞാനൊന്നും കാട് കയറി പറയുകയല്ല. ഒരു 100 കൊല്ലം മുമ്പ് ബ്രിട്ടീഷ് ശക്തികൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരുപാട് രാജ്യങ്ങളെ കോളനിയാക്കിയതുപോലെ പുതിയ കാലത്തെ കൺസെപ്റ്റ് എന്താ അറിയോ? ആകാശങ്ങൾ കോളനിയാക്കുക. ഹുദൈബിയുടെ മുറ്റത്ത് വെച്ച് എന്തോ പറയുകയല്ല, ആകാശങ്ങളെ കോളനിയാക്കുക. അതാണ് ഇലോൺ മസ്കിന്റെ ഒക്കെ കൺസെപ്റ്റ്. എന്ത് ആകാശങ്ങളെ കോളനിയാക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യ നമ്മൾ ഒഴിവാക്കാം. പാകിസ്ഥാന് ഇപ്പൊ ഒരു $5000 കോടി ആവശ്യമുണ്ട്. കുറച്ച് പാലവും റോഡും കെട്ടാൻ, ആശുപത്രി കെട്ടാൻ, അല്ലെങ്കിൽ പട്ടിണി മാറ്റാൻ. എങ്കിൽ അത് ഇലോൺ മസ്ക് കൊടുക്കും. പക്ഷെ ഒറ്റ കണ്ടീഷൻ, പാകിസ്ഥാന്റെ 1000 കിലോമീറ്റർ ആകാശം ഇലോൺ മസ്കിന് പണയം കൊടുക്കണം. അവിടത്തേക്കാണ് ലോകം പോകുന്നത്. രാജ്യങ്ങൾ അവരുടെ വ്യോമയാന പാതയും വ്യോമാതിർത്തികളും ആകാശലോകവും പണയം കൊടുത്താൽ പണം തിരികെ കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് ലോകം വരുന്നു. കാരണം എന്താ അറിയോ? ഭൂമിയെ കോളനിയാക്കാൻ ഇപ്പൊ ആർക്കും വലിയ താല്പര്യമില്ല. അതിന്റെ വലിപ്പമൊക്കെ ഇവർക്ക് മനസ്സിലായി. ഇത് വലിയൊരു മുട്ടയാണെന്ന് മനസ്സിലായി.
ഇത് മുഴുവനും കിട്ടിയാലും ആളുകളുടെ ആർത്തി മാറില്ല. ആർത്തിയുടെ ദുര പെരുകിയപ്പോ മുതലാളിമാർക്ക് ലോക ഭീമൻ കുത്തക കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഭൂമി മൊത്തം കിട്ടിയാലും പോരാ. ഇനി മാർസ് കിട്ടണം, വീനസ് കിട്ടണം, സാറ്റേൺ കിട്ടണം, ജൂപ്പിറ്റർ കിട്ടണം, ലോക ഗ്രഹങ്ങൾ വേറെ കിട്ടണം, ആകാശങ്ങൾ കിട്ടണം. അതുകൊണ്ട് ആകാശം വായ്പ വാങ്ങുന്ന കാലത്തേക്ക് ലോകം ചിന്തിക്കുന്ന, വായ്പ അല്ലെങ്കിൽ പണയം വെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ലോകം മാറുന്ന ഒരു കാലത്ത് കോളനി സിസ്റ്റവും അടിമത്ത സിസ്റ്റവും നാളെ വരില്ലെന്ന് ആര് കണ്ടു? അപ്പൊ ഇസ്ലാം അടിമത്തം നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ ഇത് പ്രശ്നമാവും. ഭാവിയിൽ ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റാതാകും. അതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ എണ്ണിപ്പറയാൻ ഒരു അടിമ പോലും ഇല്ലെങ്കിലും അടിമകളുടെയും ഉടമകളുടെയും നിയമം എന്തായിരിക്കണമെന്ന് ഭാവി കൂടി കണ്ടുകൊണ്ട് ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യത്തേക്കും ആ കാലത്തേക്കും പ്രായോഗികമായ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രയോഗശാസ്ത്രം ഇസ്ലാം ആവിഷ്കരിക്കുകയായിരുന്നു. അതാണ് ഇലാഹിയുൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ഒരു കാലം മാത്രം കണ്ടാൽ പോരാ. അതിവിടെയുള്ള എക്സ് മുസ്ലിംസിന്റെ തലയിൽ ഒട്ടും കയറാത്ത, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു സംഗതിയാണ് എല്ലാ കാലവും കാണുക എന്നുള്ളത്. അവരപ്പ പറയും, എൻ്റെ ലാസ്റ്റ് പോയിന്റ്, അവരപ്പ പറയും നിങ്ങൾ പഴയ കാലത്തെ ഗോത്രകാല കഥ പറയാണ്. അപ്പൊ നമ്മളും ചെയ്യുന്നൊരു വിഡ്ഢിത്തമുണ്ട്. എന്താണെന്നറിയോ? അവരങ്ങനെ കളിയാക്കുമ്പോൾ നമ്മൾ പുതിയ ആളാകാൻ ശ്രമിക്കും. പുതിയ ആളാകാൻ നമ്മൾ ശ്രമിക്കലാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. നിങ്ങളെന്തേ 6-ാം നൂറ്റാണ്ടിലെയും 7-ാം നൂറ്റാണ്ടിലെയും കൂറക്കിത്താബും പിടിച്ചുകൊണ്ടാണോ ഈ കാലത്തും മനുഷ്യരോട് സംസാരിക്കുന്നത്? നിങ്ങൾക്കൊന്ന് പുതിയ ആയിക്കൂടെ? നിങ്ങൾക്കൊന്ന് അപ്ഡേഷൻ വരുത്തിക്കൂടെ? അപ്ഡേറ്റ് ചെയ്തുകൂടെ എന്നൊക്കെ 4 ചോദ്യം വരുമ്പോഴേക്ക് നമ്മൾ ശ്രമിക്കുകയാണ് പുതിയ മുസ്ലിമാകാൻ, പുതിയ ഇസ്ലാമിനെ ഉണ്ടാക്കാൻ. പക്ഷേ ഇലാഹിയൻ എന്ന് പറഞ്ഞ ആ തത്വം മനസ്സിലായ ഒരാൾ അതിന് ശ്രമിക്കൂല. കാരണം എന്താ അറിയോ? പുതിയ മനുഷ്യൻ, പഴയ മനുഷ്യൻ എന്നുള്ളത് യുക്തിവാദികളും ലിബറലുകളും ഉണ്ടാക്കിയ തെറ്റായ ഒരു മാനദണ്ഡമാണ്. പുതിയ മനുഷ്യനും മധ്യകാല മനുഷ്യനും ആധുനിക മനുഷ്യനും പരിഷ്കൃത മനുഷ്യനും അങ്ങനെ 4-5 തരം മനുഷ്യനില്ല. ഒറ്റ മനുഷ്യനേ ഉള്ളൂ, ബനു ആദം അൽ ഇൻസാൻ. ഒറ്റ മനുഷ്യനേ ഉള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ തത്വം.